അനീഷ് അച്ഛനായ. ഇതെൻ്റെ ടീംമേറ്റ്സ് ആണ് ജിബിൻ, അഭിലാഷ്, ജോബിൻ, പിന്നെ ഞങ്ങളുടെ മെൻറ്ററാണ് അരുൺ സർ. ഞങ്ങൾ സെയിൻറ്റ് ഗീറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് വരുവാണ്. ഇത് ഞങ്ങളുടെ ബ്ലൈൻഡ് നാവിഗേറ്റർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഫർദർ ഡീറ്റെയിൽസ് ജിബിൻ പറയുന്നത്. ഞങ്ങളിങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പ്രധാന കാരണം, ഞങ്ങൾ ഒളശയിലുള്ള ബ്ലൈൻഡ് സ്കൂളിൽ പോയിരുന്നു. അപ്പം അവിടുത്തെ വിദ്യാർത്ഥികളും ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ ബ്ലൈൻഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ശരിക്കും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ എഞ്ചിനീയേഴ്സാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്തതാണ്. ഞങ്ങളുടെ സിസ്റ്റത്തിൽ മൂന്ന് സിസ്റ്റമാണ് ഞങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വണ് വാക്കിംഗ് സ്റ്റിക്ക് വിത്ത് സെൻസേഴ്സ്. ഇതിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന അൾട്രാസോണിക് സെൻസേഴ്സാണ്. 8 സെൻസർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ അവർ പറഞ്ഞു അവരുടെ ഇൻട്രാക്ഷനിൽ നിന്ന് മനസ്സിലാക്കിയത്, സാധാരണ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന ഒത്തിരി ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. അതൊന്നും ഡിറ്റക്ട് ചെയ്യാതെ പോകും. അപ്പം ഇതിൻ്റെ പൊസിഷനിങ് വെച്ചിട്ട് ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ട്സ് എല്ലാം ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന പോലെയാണ് ഞങ്ങളിത് പൊസിഷൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഈ മുകളിലോട്ടിരിക്കുന്ന, അതായത് ഈ ആംഗിളിലേക്കും ഇവിടെ 2 പെയറുണ്ട്, പിന്നെ ലെഫ്റ്റ് സൈഡിലും പെയറുണ്ട്, റൈറ്റിലും പെയറുണ്ട്. ഈ 4 പെയറും ഓരോ വൈബ്രേറ്ററിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഈ ഓരോ വൈബ്രേറ്ററും ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഇപ്പം നിങ്ങൾ 2 എണ്ണമാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ 2 എണ്ണം കൂടെ വരും. നമ്മൾ ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈബ്രേറ്റർ ഏതാണോ കൊടുത്തേക്കുന്നത് അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഈ യൂസർ ബ്ലൈൻഡിന് മനസ്സിലാവും ഈ പൊസിഷനിൽ അല്ലെങ്കിൽ ഈ ലൊക്കേഷനിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത് അവോയ്ഡ് ചെയ്ത് നടക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ലിക്വിഡ് ലെവൽ സെൻസറാണ്. ഈ ലിക്വിഡ് ലെവൽ സെൻസർ ഇതിൻ്റെ ഏറ്റവും ബോട്ടം എൻഡിലാണ് ഉപയോഗിച്ചേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസർ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു കുഴിയോ അല്ലെങ്കിൽ വെള്ളമുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്ലിപ്പാവാനോ അല്ലെങ്കിൽ കുഴി പോകാനോ ഒന്നും അനുവദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ലിക്വിഡ് ലെവൽ സെൻസർ കൊടുത്തേക്കുന്നത്. പിന്നീടുള്ള ഈ LED സ്ട്രിപ്പ് കൊടുത്തേക്കുന്നത് അയാൾക്ക് വേണ്ടിയല്ല. ഇപ്പോൾ രാത്രിയിലോ അല്ലെങ്കിൽ അതായത് നടന്നു വരുന്ന സാഹചര്യത്തിൽ, സന്ധ്യയ്ക്കോ ലൈറ്റ് കുറഞ്ഞ സാഹചര്യത്തിൽ നടന്നു വരുമ്പോൾ എതിരെ വരുന്ന ആൾക്കാർക്കും വണ്ടികൾക്കും ഇയാളെ കാണാൻ വേണ്ടി, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു LED സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫയർ അലാം ഉണ്ട് വിത്ത് സ്മോക്ക് സെൻസർ. പിന്നെ ചെയ്തിരിക്കുന്നത് ടച്ച് സെൻസിറ്റീവ് സൈറൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. ചോദിച്ചു കഴിഞ്ഞാലും സഹായിക്കുമോ സഹായിക്കാതിരിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. അത് കാരണം പലരും ആദ്യം കുറേ ചോദിക്കും, പക്ഷേ പതുക്കെ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് അവർ പതുക്കെ പിന്നെ ആ പ്രോസസ്സ് അങ്ങ് നിർത്തും. പിന്നെ അവർ എവിടെയെങ്കിലും പോയി, ഫോർ എക്സാമ്പിൾ ബസ് കയറി കഴിഞ്ഞാൽ സീറ്റ് ഉണ്ടെങ്കിലും ഇവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം ആളുകളാണെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഞങ്ങൾ ടച്ച് സെൻസിറ്റീവ് സൈറൻ കൊടുത്തിട്ടുണ്ട്. ഈ സൈറൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ ഇവിടെ വന്നു, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നു എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ടച്ച് സെൻസിറ്റീവ് സൈറൻ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ക്രോസിങ്ങിലൊക്കെ, അതായത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അയാൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ ഈ യൂസർ അവിടെ നിന്ന് ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇങ്ങനെ ഒരാൾക്ക് എന്തോ പ്രശ്നം പറ്റി, എന്തോ ആവശ്യമുണ്ട്, എന്തോ റിക്വസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അവർ വന്ന് സഹായിക്കും ഉള്ളൊരു ഫീലിങ്ങിലാണ് ഞങ്ങൾ ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സെക്കൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു GPS സിസ്റ്റം ഏതെങ്കിലും ഒരു GPRS ഫെസിലിറ്റി ഉള്ള ഒരു സിമ്പിൾ മൊബൈൽ ഫോണുമായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരാൾക്ക്, അതായത് ഈ സിസ്റ്റമായിട്ട് പെയർ ചെയ്തിരിക്കുന്ന വേറെ ഒരാൾക്ക് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സ്പോട്ടിലിരുന്ന് ഈ യൂസർ, അതായത് ഈ GPS യൂണിറ്റ് കയ്യിലുള്ള ആൾ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ഇന്ന സ്പോട്ടിലാണെന്ന് നേരത്തെ തന്നെ ഇവർക്ക് മനസ്സിലാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഇവരെ കോൾ ചെയ്താൽ മതി. കോൾ ചെയ്യുന്നതിന് ഇവർക്ക് അധികം ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞത്. കോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകാനുള്ള വഴിയും പാത്തും എല്ലാം ആ ട്രാക്കറിന് പറയാൻ പറ്റും. പിന്നീടുള്ളത് ബ്ലൈൻഡ് ജനറേറ്റർ ഫോർ പാരലൈസ്ഡ് ആൻഡ് ബ്ലൈൻഡ്. ഈ ഒരു സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബാലൻസിങ്ങിൻ്റെ ബേസിസിലാണ്. ഇതിൽ 2 പാരലായിട്ടുള്ള വീൽ അലൈൻ ചെയ്തിട്ടുണ്ട്. ഈ 2 വീലിലാണ് ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. ഇതിൽ 2 സ്വിച്ച് മതി കൺട്രോൾ ചെയ്യാൻ.
ഓരോ സ്വിച്ചും ഓരോ മോട്ടറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വീൽസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ ആക്സിസിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എവിടെയെങ്കിലും ചെന്ന് റിവേഴ്സ് ചെയ്യാൻ, അതായത് സാധാരണ ഒരാൾക്ക്, അതായത് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു പാർഷ്യലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈസിലി ഇത് ഈ വെഹിക്കിള് മൂവ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ സീറ്റാണ്. ഈ സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫോൾഡബിൾ സീറ്റാണ്, അതായത് കൺവേർട്ടബിൾ ബെഡ് കം സീറ്റാണ്. അതായത് ആവശ്യമുള്ളപ്പോൾ മോട്ടറൈസ്ഡ് ആയിട്ട് മോട്ടോർ പ്രവർത്തിപ്പിച്ച് ഈ സീറ്റിനെ കൺവേർട്ടബിൾ ബെഡാക്കി മാറ്റാൻ സാധിക്കും. ഞങ്ങളിതൊരു 1:2 സ്കെയിൽഡ് മോഡലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു അഡ്വാൻറ്റേജ് ഈ മെക്കാനിസത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റ് ഫ്ലോർ ലെവലിലേക്ക് താക്കാൻ സാധിക്കും. അതായത് അതിൻ്റെ അകത്തെ മെക്കാനിസം ഒരു ലിങ്കേജാണ്. ആ ലിങ്കേജും മോട്ടറൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് ആൾക്ക് അകത്ത് കയറണമെങ്കിൽ, ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ സൈഡ് വീൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യണമെങ്കിലും അവർക്ക് വേറൊരാളുടെ സഹായം വേണം. ഇപ്പം ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഫ്ലോർ ലെവലിൽ നിന്ന് അദ്ദേഹത്തിന് നേരിട്ട് കൺട്രോൾ ചെയ്ത് അദ്ദേഹത്തെ അകത്തേക്ക് ടേക്കിങ് ചെയ്യാൻ സാധിക്കും. ഇത് ഒരു ബൈസൈക്കിൾ പോലെ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു വെഹിക്കിളായിട്ടാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും സെൽഫ് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും, കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റ് പൊസിഷനാണ്. ഇതിൻ്റെ സീറ്റ് ഈ 120 ഡിഗ്രീസിൽ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. സീറ്റിൻ്റെ ഈ ലിങ്കേജ് വെച്ചിട്ട് ഒരു ഹൈറ്റിലുള്ള പോയിന്റ് അസസ് ചെയ്യണമെങ്കിൽ വീൽ ചെയറിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അത് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സീറ്റിൻ്റെ മെക്കാനിസം ഉണ്ടെങ്കിൽ ആ സീറ്റിൻ്റെ ഒരു 4 ബാർ മെക്കാനിസമാണ്, ഒരു ലിങ്കേജാണ്. അപ്പം ആ ലിങ്കേജ് മോട്ടറൈസ്ഡ് ആയിട്ട് ആക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ടയറിൻ്റെയും ഹൈറ്റിൻ്റെ മുകളിൽ വരും ആ സീറ്റിൻ്റെ പൊസിഷൻ. അപ്പം എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബുക്ക് ഷെൽഫിൽ നിന്നൊരു ബുക്ക് എടുക്കണമെങ്കിൽ അയാൾക്ക് ഇതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങണ്ട, അയാൾക്ക് മോട്ടറൈസ്ഡ് ആയിട്ട് കയ്യിലുള്ള ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് അയാളെ തന്നെ ഹൈറ്റിലേക്ക് അസസ് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾ കൺവേർട്ടബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞങ്ങളിപ്പോൾ ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഇത് ജസ്റ്റ് ഒരു മോഡലാണ്, 1:2 സ്കെയിൽഡ് മോഡലായിട്ടാണ് ചെയ്തിരിക്കുന്നത്.